ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. അഡ 24/7 ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ SSC CGL കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് ഈ ഒരു വീഡിയോയുമായിട്ട് എത്തിയിരിക്കുന്നത്. SSC CGL പഠിച്ചു തുടങ്ങുമ്പോൾ എത്ര മാർക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം, അല്ലെങ്കിൽ എത്ര മാർക്കിന് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കണം, എത്ര മാർക്കായിരുന്നു ലാസ്റ്റ് ഇയറിലെ കട്ട് ഓഫ്, അല്ലേ, എത്ര മാർക്കായിരുന്നു ലാസ്റ്റ് ഇയറിലെ കട്ട് ഓഫ്, ഞങ്ങൾ എത്ര എക്സ്പെക്ട് ചെയ്ത് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം, എന്തായാലും നോട്ടിഫിക്കേഷൻ വരാനിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും ബാക്കിയുള്ള കാര്യങ്ങളും എലിജിബിലിറ്റിയും വേക്കൻസീസും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും നമ്മുടെ അഡ 24/7 ചാനലിൽ വീഡിയോ സെഷൻസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതെല്ലാം നിങ്ങൾ കാണുക, നിങ്ങൾക്കെല്ലാം ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാര്യത്തിൽ എത്ര മാർക്കിന് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കണം, Tier 1 എക്സാം ക്വാളിഫൈ ചെയ്യാനായിട്ട്, അത് Tier 2 പോകാനായിട്ട് എത്ര മാർക്ക് നമ്മൾ നേടേണ്ടി വരും, നമ്മൾ ഇത്ര പ്രതീക്ഷിച്ചാണ് പഠനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ള ആ ഡീറ്റെയിൽസ് ഒക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ SSC CGL എക്സാം പാറ്റേൺ ആദ്യം ഒന്ന് നോക്കി വെച്ചേക്കുക. തീർച്ചയായിട്ടും എന്താണ് നമ്മൾ പഠിക്കേണ്ടത്, സിലബസിനെ കുറിച്ച് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. വീഡിയോസ് എല്ലാം നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്, നിങ്ങളതെല്ലാം കാണുക കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും Tier 1 എക്സാം പാറ്റേൺ നമ്മൾ നോക്കുമ്പോഴത്തേനും ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് ഉണ്ട്. 25 ക്വസ്റ്റിനാണ് ഉള്ളത്, 50 മാർക്ക്, 2 മാർക്കാണ് ഓരോ ക്വസ്റ്റിനും. അതുപോലെ ജനറൽ അവയർനെസ് ഉണ്ട്, അതും 25 ക്വസ്റ്റിനാണ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, 25 ക്വസ്റ്റിനാണ്. ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ ഉണ്ട്, എത്രയാണ്, 25 ക്വസ്റ്റിനാണ്. മൊത്തത്തിൽ 100 ക്വസ്റ്റ്യൻ, 200 മാർക്ക്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ആ CBT കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിൻ്റെ ടൈം എന്ന് പറയുന്നത് 1 അവറാണ്, 1 മണിക്കൂറാണ് കേട്ടോ. ഈ 1 മണിക്കൂറിൽ 100 ക്വസ്റ്റ്യൻ, 200 മാർക്കാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, സ്കോർ ചെയ്യേണ്ടത്. ടോട്ടൽ 200 മാർക്ക്. ഔട്ട് ഓഫ് 200 എത്ര മാർക്കായിരിക്കണം നമുക്ക് സ്കോർ ചെയ്യേണ്ടത്, എത്ര മാർക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യണം ഒരു റാങ്ക് ലിസ്റ്റിൽ വരാൻ, റാങ്ക് ലിസ്റ്റും അല്ല, ക്വാളിഫൈഡ് ലിസ്റ്റ് ആയത് Tier 2 ക്വാളിഫൈ ചെയ്യുന്ന ലിസ്റ്റിൽ ഇൻക്ലൂഡ് ആവാൻ എന്നുള്ള കാര്യം കഴിഞ്ഞ വർഷത്തെ തൊട്ട് മുൻ വർഷമുള്ള എന്താ പറയുക CGL കട്ട് ഓഫ് ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. ആ ലിസ്റ്റ് നമുക്കൊന്ന് പരിശോധിക്കാം. അത് പരിശോധിക്കുമ്പോൾ ഒരു വ്യക്തമായിട്ടുള്ളൊരു ഐഡിയ നമുക്ക് ഈ കാര്യത്തിലുണ്ടാവും. എത്രയാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടത്, എത്ര മാർക്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്, ഏതൊക്കെ പോർഷനാണ്. അപ്പോൾ എത്ര മാർക്കിന് വേണ്ടി പഠിക്കേണ്ടത് നമുക്ക് തോന്നുമ്പോഴത്തേക്കും അത്രയും മാർക്ക് നേടണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ മേഖലകളായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് നമ്മുടെ വീക്കർ പോർഷൻ, സ്ട്രോങ്ങർ പോർഷൻ ഐഡന്റിഫൈ ചെയ്യുക. സ്ട്രോങ്ങർ പോർഷൻ കൂടുതൽ എന്താ ചെയ്യുക, സ്ട്രോങ്ങർ ആക്കാൻ നോക്കുക. കാരണം അത്രയും മാർക്ക് നമുക്ക് സ്കോർ ചെയ്യണം. വീക്കർ പോർഷനിൽ വീണ്ടും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ടൈമില്ല. നമുക്ക് എന്ത് ചെയ്യാം, സ്ട്രോങ്ങർ പോർഷൻ നന്നായിട്ട് പഠിച്ചു മുന്നോട്ട് പോകുക കേട്ടോ. നമുക്ക് ഏതൊക്കെയാണോ നമുക്ക് കിട്ടുന്നത് നന്നായിട്ട് പഠിച്ച് അത് കംപ്ലീറ്റ് ആയിട്ടും പഠിക്കുക. അതിനുശേഷം വീക്കർ പോർഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക. അതപ്പോൾ നമുക്ക് വീക്കറായിട്ട് വരുന്ന, അല്ലെങ്കിൽ നമുക്ക് പാടായിട്ടുള്ള ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ എക്സാമിൻ്റെ എക്സാം പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് വരുമ്പോഴത്തേനും അത് കൂടുതൽ മാർക്ക് നേടിത്തരുന്ന പോർഷൻ ആണെന്നുണ്ടെങ്കിൽ മാത്രം അതിന് കൂടുതൽ സമയം കൊടുത്ത് അതിനെ നമ്മുടെ സ്ട്രോങ്ങർ പോർഷനാക്കി മാറ്റുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫും ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ 2023 നടത്തിയിട്ടുള്ള SSC CGL എക്സാമിൻ്റെ എന്താ പറയുക റിസൾട്ടാണ്. ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട് ഓഫ് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ Tier 1 2023 ഓക്കെ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊന്ന് നോക്കാം. ഇതിൽ എത്രയാണ് നമുക്ക് ഏതൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യുക കട്ട് ഓഫ് എന്നുള്ളത് നോക്കാം. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ബേസ്ഡ് ഓൺ മാർക്ക് സ്കോർഡ് ഇൻ Tier 1 എക്സാമിനേഷൻ കാൻഡിഡേറ്റ്സ് ഹാവ് ബീൻ ഷോർട്ട് ലിസ്റ്റഡ് കാറ്റഗറി വൈസ് ടു അപ്പിയർ ഇൻ Tier 2 എക്സാമിനേഷൻ. സെപ്പറേറ്റ് കട്ട് ഓഫ് ഹാവ് ബീൻ ഫിക്സഡ് ഫോർ ദ പോസ്റ്റ് ഓഫ് അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ. അപ്പോൾ ഏതൊക്കെ പോസ്റ്റുകൾക്കാണ് സെപ്പറേറ്റ് ആയിട്ട് ഒരു കട്ട് ഓഫ് അവർ ഫിക്സ് ചെയ്തിട്ടുള്ളത് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. എല്ലാ പോസ്റ്റുകളും നമ്മളറിയാം, ഒത്തിരി പോസ്റ്റുകളുണ്ട്, ഒത്തിരി പോസ്റ്റുകളിലേക്കാണ് ഈ ഒരു എക്സാം വഴി നിയമനം നടക്കുന്നത്. അപ്പോൾ ഏതൊക്കെ പോസ്റ്റുകളിലാണ് സെപ്പറേറ്റ് കട്ട് ഓഫ് ഉള്ളതെന്ന് നോക്കുക. അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ ആൻഡ് അസിസ്റ്റന്റ് അക്കൗണ്ട് ഓഫീസർ എന്ന് പറയുന്നതിന് ഒരു കട്ട് ഓഫ് ആണ്. ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർക്ക് അടുത്ത വേറൊരു കട്ട് ഓഫ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 വേറൊരു കട്ട് ഓഫ് ആണ്. ബാക്കിയുള്ള പോസ്റ്റുകൾക്കെല്ലാം സെപ്പറേറ്റ് കട്ട് ഓഫ് ആണ്. അപ്പോൾ അങ്ങനെ 4 ലിസ്റ്റ് ആയിട്ടാണ് ഈ കട്ട് ഓഫ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് അവൈലബിൾ ആയിട്ടുള്ളത്. അത് ഏതൊക്കെ എക്സാമിനാണ് സെപ്പറേറ്റ് കട്ട് ഓഫ് നിങ്ങൾ നോക്കുക. അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ ആൻഡ് അസിസ്റ്റന്റ് അക്കൗണ്ട് ഓഫീസർ ഒരു കട്ട് ഓഫ് ആണ്. ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസറിന് വേറൊരു കട്ട് ഓഫ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്ററിന് വേറൊരു കട്ട് ഓഫ് ആണ്. ബാക്കിയുള്ള പോസ്റ്റുകൾക്കെല്ലാം ഒരേ കട്ട് ഓഫ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയായിരിക്കും ആ കട്ട് ഓഫ് എന്നുള്ള കാര്യം. ഓക്കെ, ഒന്നാമത്തെ ലിസ്റ്റ് നോക്കുക. Candidate shortlisted in Tier 1 examination for appearing in Tier 2, Paper 1 and Paper 3, General Studies, Finance and Economics for the post of Assistant Auditor Officer or Assistant Accounts Officer. Assistant Audit Officer, Assistant Account Officer എന്ന് പറയുന്ന ആ പോസ്റ്റിലേക്കുള്ള കട്ട് ഓഫ് ആണ് നമുക്ക് നോക്കേണ്ടത്. കാറ്റഗറി വൈസ് കട്ട് ഓഫ് ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. നോക്കുക, ഫസ്റ്റ് SC
154 കട്ട് ഓഫ്. എലിജിബിൾ കാൻഡിഡേറ്റ്സ് അവൈലബിൾ ആയിട്ടുള്ള ടയർ 2ലേക്ക് അവൈലബിൾ ആയിട്ടുള്ള 790 കാൻഡിഡേറ്റ്സ് ആണ്. ആ ലിസ്റ്റ് നമുക്ക് അവിടെ ഉണ്ട്. അതുപോലെ ST വരുമ്പോഴത്തേക്ക് 148.9, OBC വരുമ്പോഴത്തേക്ക് 166.2, EWS വരുമ്പോഴത്തേക്ക് 167.1. അവിടെ അൺറിസർവ്ഡ് കാറ്റഗറീസിലേക്ക് നിങ്ങൾ നോക്കുക 169 കേട്ടോ, 169 അവിടുത്തെ അൺറിസർവ്ഡ് കാറ്റഗറിയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഏതാണ് പോസ്റ്റ് എന്നറിയാലോ? അസിസ്റ്റന്റ് അക്കൗണ്ട്സ് ഓഫീസർ, അതുപോലെ അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ എന്ന് പറഞ്ഞാൽ ആ പോസ്റ്റിലേക്കുള്ള കട്ട് ഓഫ് ആണ്. അപ്പോൾ നമുക്ക് റിസർവ്ഡ് ഇല്ലാത്ത കാറ്റഗറിയുടെ കട്ട് ഓഫ് തന്നെ ചൂസ് ചെയ്ത് പോവാം. 169 മാർക്ക് കേട്ടോ, 169 മാർക്കാണ്. 169 മാർക്കാണ് ആ ഒരു പോസ്റ്റിലേക്ക് വരുന്ന കട്ട് ഓഫ് എന്ന് നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് 169, 170 മുകളിൽ 170+ മാർക്ക് സ്കോർ ചെയ്യണം അക്കൗണ്ട്സ് ഓഫീസർ അല്ലെങ്കിൽ ഓഡിറ്റ് ഓഫീസർ എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. 170+ മാർക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? എക്സ്പെക്ട് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് പഠിക്കുക. 170+ എക്സ്പെക്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം. ലിസ്റ്റ് 2 സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസറിന് വേണ്ടിയിട്ട്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ പോസ്റ്റിലേക്കുള്ള ആ ഒരു കട്ട് ഓഫ് ആണ്. അത് SC 148, ST 146, OBC 165, EWS 166. അണ്ടർസ്റ്റാൻഡ് നോക്കുക, എത്രയായിരുന്നു? 168. അവിടെയും നമുക്ക് പറയാം 170+ എക്സ്പെക്ട് ചെയ്യുക. 170+ എക്സ്പെക്ട് ചെയ്ത് എല്ലാം ഔട്ട് ഓഫ് 200 ആണെന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർത്തേക്കുക. ഔട്ട് ഓഫ് 200ന് എത്രയാണ്? 170+. Tier 1 എക്സാമിനേഷൻ ക്ലിയർ ചെയ്ത് Tier 2ലേക്ക് പോകാനായിട്ട് നമുക്ക് വേണ്ട സ്കോറിൻ്റെ കാര്യം നമ്മൾ പറയുന്നത് 168 അണ്ടർസ്റ്റാൻഡ് കാറ്റഗറിയുടെ കട്ട് ഓഫ് ആയിട്ട് വന്നിരിക്കുന്നത്. അത് നോക്കിക്കൊള്ളുക. നമുക്ക് ഇനി അടുത്ത ലിസ്റ്റ് നോക്കാം. അടുത്ത സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ എന്ന് പറയുന്ന ആ പോസ്റ്റിലേക്ക് വരുമ്പോഴത്തേനും, ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ പോസ്റ്റിലേക്കുള്ള ആ കട്ട് ഓഫ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ST 127, OBC 152, EWS 158, അൺറിസർവ്ഡ് 172 കേട്ടോ, 172. അപ്പോൾ 172 അവിടുത്തെ എന്ന് പറയുന്നത് കട്ട് ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നോക്കിക്കൊള്ളുക കേട്ടോ. 172 അത്രയും നമ്മൾ എക്സ്പെക്ട് ചെയ്ത് അവിടെ എന്ത് ചെയ്യണം? പ്രിപ്പയർ ചെയ്യണം. ഇനി ബാക്കിയുള്ള പോസ്റ്റുകളിലേക്ക്, അപ്പോൾ ഈ പോസ്റ്റ് നമ്മൾ വിട്ടു. ഇതൊക്കെ ആ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ജനറൽ ആയിട്ടുള്ള കാര്യം വരുമ്പോഴത്തേനും ബാക്കിയുള്ള പോസ്റ്റുകളിലേക്കുള്ള കാര്യം, ഓക്കെ, ബാക്കിയുള്ള വിവിധ മിനിസ്ട്രിയിലും വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കുമുള്ള പോസ്റ്റുകളുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതർ എക്സാമിനേഷൻ പേപ്പർ ഫോർ ഓൾ അതർ പോസ്റ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. SC 126, ST 118, OBC 145, EWS 141, അൺറിസർവ്ഡ് എത്രയാണ്? 150. ആ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ, സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ, അതുപോലെ തന്നെ എന്തായിരുന്നു? അക്കൗണ്ട്സ് ഓഫീസർ. ആ പറയുന്ന പോസ്റ്റുകളിലേക്ക് ആ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അതിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഏകദേശം 170+ ആണ് അതിൻ്റെ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ബാക്കിയുള്ള ജനറൽ പോസ്റ്റിൽ അണ്ടർസ്റ്റാൻഡിൻ്റെ എന്താ പറയുക, ഇത് വന്നിട്ടുള്ളത് കട്ട് ഓഫ് വന്നിട്ടുള്ളത് 150 മാർക്കാണ്. 150 മാർക്കാണ്. അപ്പോൾ ഈ 150+ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. ഈ 150ന് മുകളിൽ നമ്മൾ സ്കോർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? പഠിക്കുക. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക കേട്ടോ. 150ന് മുകളിലേക്ക് പോകുക. ഏകദേശം 13,000-ഓളം പേരാണ് കഴിഞ്ഞ വർഷം Tier 2ലേക്ക് എലിജിബിൾ ആയിട്ട് ആ ലിസ്റ്റിലായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട, നമ്മൾ പഠിക്കേണ്ട, നമ്മൾ സ്കോർ ചെയ്യേണ്ട മാർക്ക് എന്ന് പറഞ്ഞാൽ 150+. അതിന് വേണ്ടി പഠിക്കുക. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക കേട്ടോ. അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അതിന് ഏതൊക്കെ മേഖലകളാണോ നമുക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ആ മേഖലകൾ ഫോക്കസ് ചെയ്യുക. ഓക്കെ, ഏതൊക്കെയാണോ നമ്മുടെ വീക്കർ സെഷൻ, ആ വീക്കർ സെഷൻസിനെ സ്ട്രോങ്ങർ സെഷൻ ആക്കി മാറ്റാനുള്ള കാര്യങ്ങൾ ചെയ്യുക കേട്ടോ. അതിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത സെക്ഷൻ ആണെങ്കിൽ അധികം സമയം കൊടുക്കേണ്ട. ബാക്കി കാര്യങ്ങളിലേക്ക് ആ സമയം കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ മതി? വിനിയോഗിച്ചാൽ മതി. അപ്പോൾ എന്തായാലും മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 70 മാർക്ക് അല്ലേ, 25, 50, 75 മാർക്കിന് നമുക്ക് ആ ഒരു സെക്ഷനിലേക്ക് കവർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചുകൊള്ളുക. അപ്പോൾ ഇത്രയും മാർക്ക്, ഏത് മാർക്കാണ് നമുക്ക് സ്കോർ ചെയ്യേണ്ടെന്നുള്ള കാര്യം നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും അതുപോലെ ജനറൽ ഇൻ്റലിജൻസിനും എല്ലാം ഇമ്പോർട്ടൻ്റാണ്. ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ അപ്പോൾ അത്ര ഏകദേശം 150 മാർക്ക്. അത് 25. അപ്പോൾ 75 ക്വസ്റ്റ്യൻസ് അല്ലേ, 75 ക്വസ്റ്റ്യൻസ്. ഒരു ക്വസ്റ്റ്യൻ 2 മാർക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ 75 ആകുമ്പോൾ 50, 100, 150 മാർക്ക്. ബാക്കിയുള്ള മാർക്ക് നമുക്ക് GK എന്ന് പറയുന്ന ആ പോർഷനിൽ. അപ്പോൾ ഈ 3 പോർഷൻ, ഇത് നമുക്ക് കാര്യങ്ങൾ, കാരണം എന്ന് പറഞ്ഞാൽ വൈഡ് ആയിട്ടുള്ള ഏരിയ അല്ല, ടോപ്പിക് ഏതുന്നുണ്ട്, ആ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിച്ചു വയ്ക്കാം. റീസണിങ്ങിലും മാത്സിലും ഇംഗ്ലീഷിലും ആ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ 150 മാർക്ക് നിങ്ങൾക്ക് അവിടെ ഉറപ്പാണ്. ബാക്കിയുള്ള മാർക്കിന് വേണ്ടിയിട്ട് GK സെക്ഷൻസ് നോക്കിയാൽ മതി. അത് പ്രീവിയസ് കറണ്ട് അഫേഴ്സും മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഏത് മേഖലയാണോ ആ മേഖലയൊക്കെ നോക്കിയിട്ട് നമുക്കറിയാം, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ആ കാര്യങ്ങൾ വ്യക്തമായിട്ടും അത് കൃത്യമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക? ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഉറപ്പായിട്ടും ആ ഒരു
150+. ബാക്കിയുള്ള എക്സാം നമ്മൾ പറഞ്ഞ സ്പെഷ്യൽ എക്സാം അല്ലാതെയുള്ള ബാക്കി എല്ലാ എക്സാമിനും 150+ എന്നുള്ള ആ ഒരു മാർക്ക് എക്സ്പെക്ട് ചെയ്ത് തന്നെ നിങ്ങൾ പഠിക്കുക. ഈ പറഞ്ഞിട്ടുള്ള ഈ 3 സെക്ഷനിലും ജനറൽ ഇന്റലിജൻസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, എന്താ പറയുക, ഇംഗ്ലീഷ്, ഈ 3 സെഷനിലും ഉറപ്പായിട്ടും ഫുൾ മാർക്കും സ്കോർ ചെയ്യാൻ വേണ്ടി തന്നെ നമ്മൾ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുക. ഉറപ്പിക്കാം, നമുക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു എക്സാം CGL എന്ന് പറഞ്ഞ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ എക്സ്പെക്ട് ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പോൾ ഇപ്പോൾ സംശയങ്ങളൊക്കെ തീർന്നുള്ള ഏകദേശം നമുക്ക് പഠിക്കേണ്ടത് 150+ എബോവ് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം. ആ ഒരു രീതിക്ക് മുന്നോട്ട് പോവുക കേട്ടോ. നിങ്ങളുടെ പ്രിപ്പറേഷൻ ആ രീതിക്ക് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പോൾ അങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു കോഴ്സിൻ്റെയൊക്കെ സപ്പോർട്ടിൻ്റെ ആവശ്യം വരും. അതിന് വേണ്ടിയിട്ട് സൊല്യൂഷൻ ഉണ്ട്. നമ്മുടെ കയ്യിൽ ADA 24/7 കോഴ്സസ് അവൈലബിൾ ആണ്. CGLൻ്റെ പുതിയ ബാച്ച് ഉടനെ അതിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഓൾറെഡി റണ്ണിങ് ആയിട്ടുള്ള ബാച്ച് ഉണ്ട്. ഓക്കെ, പുതിയ ബാച്ചിൻ്റെ ക്ലാസ് ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ കോഴ്സ് നമ്മുടെ ADAയുടെ സ്റ്റോറിലോ അതിലെ ആപ്പ് വഴിയോ നിങ്ങൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കോഴ്സ് അവൈലബിൾ ആണ്. അവിടെ നിങ്ങൾക്ക് മാക്സിമം ഡിസ്കൗണ്ട് ലഭിക്കാനായിട്ട് Y907 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യും കേട്ടോ. Y907 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യുക. അത് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മാക്സിമം ഡിസ്കൗണ്ട് കിട്ടും. ഇപ്പോൾ തന്നെ ഒരു ഫ്ലാറ്റ് 17% ഓഫർ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ജസ്റ്റ് ജൂൺ മാസം സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ വിവിധ ഓഫേഴ്സ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതെല്ലാം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഓൾറെഡി നമ്മളൊരു എന്താ പറയുക 2000-2500 താഴെ ആയിരിക്കാം നമ്മുടെ കോഴ്സ് ഫീ, ഓരോ കോഴ്സിനുമുള്ള കോഴ്സ് ഫീ എന്ന് പറയുന്നത്. അപ്പോൾ വീണ്ടും അതിനകത്തേക്ക് ഒരു 17%, 20% ഒക്കെ ഡിസ്കൗണ്ട് വരുമ്പോഴത്തേക്കും വീണ്ടും ഏറ്റവും കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്കൊരു പഠനം സാധ്യമാവും. SSC CGLൻ്റെയൊക്കെ എന്താ പറയുക കോഴ്സിലേക്ക് ഒരു കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ പോക്കറ്റിൽ ഒതുങ്ങുന്ന ആ ഒരു ഇതിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അതാണ് ഞങ്ങൾ അത്രയും ക്വാളിറ്റി ക്ലാസ്സസുമാണ് നമ്മൾ നൽകുന്നത് കേട്ടോ. ഏറ്റവും ഹയർ ക്വാളിറ്റിയും നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അധ്യാപകരുടെയും ക്ലാസ്സുകൾ മാത്രമല്ല, എക്സാംസ് ഉണ്ട്, നോട്ട്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. തീർച്ചയായിട്ടും അതെല്ലാം യൂസ് ചെയ്യുക. ഓഫർ ഉടനെ എൻഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ആ കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യുക കേട്ടോ. Y907 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ 17% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് SSC CGLൻ്റെ ടയർ 1 നമുക്ക് എത്ര മാർക്ക് വേണം എന്നുള്ള കാര്യമായിരുന്നു നമ്മൾ കണ്ടു. ആ കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം വ്യക്തമായിട്ട് ചെക്ക് ചെയ്തു. പ്രീവിയസ് ഇയറിലെ കട്ട് ഓഫ് കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. എല്ലാവർക്കും യൂസ്ഫുൾ ആവട്ടെ. ഓക്കെ, അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ നേരുന്നു. താങ്ക് യു.